സലഫിസവും വഹാബിസവും ജനങ്ങളിൽ കുത്തിവെച്ച് അതിൽ ആനന്ദം കണ്ടിരുന്ന ഒരു രാജ്യം. മതമാണ് ജീവിതം എന്ന് വിശ്വസിച്ച് ആ രാജ്യത്തിനുള്ളിൽ ശ്വാസം മുട്ടി ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഭരണവും ഭരണാധികാരികളും അടിച്ചേൽപ്പിച്ചത് മതം എന്ന മൂന്നക്ഷരം മാത്രം. ഇറാൻ എന്ന രാജ്യത്തെ വിശേഷിപ്പിക്കാൻ മതത്തിന് അപ്പുറം മറ്റൊന്നുമില്ല. ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്നാണ് ഇറാനികൾ ഇബ്രാഹിം റൈസിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഇതിൽ നിന്നും തന്നെ നമുക്ക് റൈസിയുടെ ഭരണ ഭീകരതയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. റൈസിയുടെ മരണം എന്തായാലും ഇറാനിയൻ ആക്ടിവിസ്റ്റുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള സന്തോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാനികളിൽ പലരും റൈസിയെ വെറുക്കുന്നതിന്റെ ഒരു സൂചകമാണ് എന്ന് തന്നെ പറയാം. ഒരു ഇറാനിയൻ ആക്ടിവിസ്റ്റ് പറയുന്നുണ്ട്, ഈ 5 വർഷത്തിനിടെ ഇത്രയും സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല എന്നാണ്. അതും ഒരു മരണത്തിന് സന്തോഷിക്കുന്ന വ്യക്തികളാണ് ഞങ്ങളെന്ന്. അതായത് ഇറാനിയിലെ ഒരു ഭരണാധികാരി കൊല്ലപ്പെട്ടപ്പോൾ അവിടെ നടന്നത് ഒരു ഉത്സവ പ്രതീതി പോലുള്ള കാഴ്ചകളായിരുന്നു. ടെഹ്റാനിൽ വെടിക്കെട്ടും പടക്കം പൊട്ടിക്കലും ഡാൻസും എല്ലാം നടന്നു. സ്ത്രീകൾ പലരും മദ്യം കഴിച്ച് ആഹ്ലാദം പങ്കിടുന്ന റിപ്പോർട്ടുകളും വാർത്തകളുമാണ് ഇറാനിൽ നിന്നും വരുന്നത്. അത്രയും സന്തോഷ പ്രകടനങ്ങളാണ് ആ ഒരു രാജ്യത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഹിറ്റ്ലർ ഭരണത്തെക്കാളും നീചനും സ്വേച്ഛാധിപതിയുമായ ഒരു ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം എന്ന്. ഹിജാബ് നിരോധന പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് മരണമടഞ്ഞവരുടെ എണ്ണം 800 മുകളിലായിരുന്നു. പലർക്കും അവരുടെ മക്കളെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടു. ഇപ്പൊ മത പോലീസിന്റെ ക്രൂരതയ്ക്ക് ഇരയായവരിൽ പലരും പാതി ജീവനിൽ ഇന്നും ഇറാനിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരിൽ പലരും ഈ ഒരു വാർത്ത കൊട്ടി ആഘോഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. തെരുവുകളിൽ ആളുകൾ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് സന്തോഷിക്കുന്നു. ഏകദേശം 4 പതിറ്റാണ്ടുകളായി ഇറാനിയൻ ജനതയെ അടിച്ചമർത്തുന്നതിൽ ക്രൂരനായ ഭരണാധികാരിയും മതപണ്ഡിതനുമായിരുന്നു ഈ റൈസി എന്ന് പറയുന്നത്. ഇറാനികൾ വിശ്വസിക്കുന്നത് റൈസിയുടെ മരണം ഒരിക്കലും ഇറാന്റെ ഭരണ തകർച്ചയ്ക്ക് കാരണമാകില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇറാനികൾ മതത്തെ വെറുക്കുന്നുണ്ട് എന്നുള്ളത്. അവർക്ക് മതത്തിലും ദൈവത്തിലും വിശ്വാസമില്ലാത്ത തലമുറയായി മാറുകയാണെന്നുള്ളത്. ഇപ്പൊ നിരീശ്വരവാദമാണ് കൂടുതലും അവർ താല്പര്യപ്പെടുന്നത് എന്ന് തന്നെ പറയാം. പക്ഷെ ഇത്തരത്തിലുള്ള ഭരണവും ഭരണാധികാരികളുമാണ് അവരെ നിരീശ്വരവാദികൾ ആക്കുന്നത്. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളുടെ വരവോടുകൂടി ഇറാനികൾ കൂടുതലായിട്ടും മതത്തിൽ നിന്നും മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം 100 കണക്കിന് ആളുകൾ തെരുവിൽ കൊല്ലപ്പെടുകയും അതുപോലെ 1000 ആളുകൾ തടവിലാക്കപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത പ്രതിഷേധങ്ങൾക്കെതിരെ ക്രൂരമായ അടിച്ചമർത്തലിന് നേതൃത്വം നൽകിയ ഒരു മനുഷ്യനെയാണ് അവർ വെറുക്കുന്നത്. അതിലൊരു തെറ്റില്ല. എന്തായാലും ഇബ്രാഹിം റൈസിയുടെ മരണം ഉത്സവമാക്കിയിരിക്കുകയാണ് ഇറാനികൾ. അവർക്ക് നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അടിച്ചമർത്തലുകളും ഒക്കെ അവർ ഈ ഒരു മരണത്തിലൂടെ ആഹ്ലാദം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അവിടെ ഇറാനികൾ ചിരിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ഞെട്ടലും നിലവിളികളും ഉയരുന്നുണ്ട് എന്നതാണ് ഇറാൻ ഭരണാധികാരിയുടെ ഈ ഒരു മരണത്തിൽ. ഇനി കാത്തിരിക്കാം ഇറാന്റെ പ്രതികരണത്തിനായി.